കാസർഗോഡ് തായലങ്ങാടിയിൽ ലോകകപ്പ് ഫുട്ബോൾ ആവേശം അതിന്റെ പരകോടിയിലാണ്. പോർച്ചുഗൽ ഫ്രാൻസ് ആരാധകർക്ക് മറുപടിയുമായി ബ്രസീൽ ആരാധകർ 80 അടി നീളത്തിലുള്ള ബോർഡാണ് ഉയർത്തിയിരിക്കുന്നത്. ഇക്കുറി തങ്ങൾ കപ്പ് നിലനിർത്തുമെന്നും അതിനുശേഷം ഇതിനേക്കാളും വലിയ ബോർഡ് ഉയർത്തി ആഘോഷ പ്രകടനം നടത്തുമെന്നുമാണ് അർജന്റീന ആരാധകരുടെ പക്ഷം. പരസ്പരം അവകാശവാദങ്ങളുമായി ഇവിടെ ഫുട്ബോൾ ആവേശം അങ്ങനെ കൊട്ടിക്കയറുകയാണ്. പ്രദീപ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിലാണ് നാടും നഗരവും എല്ലാം. ഞാനിപ്പോൾ നിൽക്കുന്നത് തായലങ്ങാടിയിലാണ്. തായലങ്ങാടി യാഫ തായലങ്ങാടിയുടെ പ്രവർത്തകർ ഇപ്പോൾ പടുകൂറ്റൻ ഫ്ലക്സ് ആണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ബ്രസീൽ ടീമിന്റെ 80 അടിയുള്ള ഫ്ലക്സ് ആണ് സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ബ്രസീലുകാരുണ്ട്, ഫ്രാൻസിന് ആരാധകരുണ്ട്, അതുപോലെ തന്നെ പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, അർജന്റീന തുടങ്ങിയവർക്കൊക്കെ ആരാധകരുണ്ട്. പക്ഷേ ഒരു ഫ്ലക്സിന് മാത്രം കുറവ് ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും നമുക്കിവിടെ ഒരു ആവേശം കാണാം. എങ്ങനെയുണ്ട് ഫുട്ബോളൊക്കെ? അതായത് ഇത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള തായലങ്ങാടി എന്ന പ്രദേശമാണ്. യഫ തായലങ്ങാടിയുടെ കൂട്ടരാണ്. അപ്പോൾ ഇതിൽ മൊത്തം ഇപ്പോൾ ബ്രസീലിൻ്റെയും ഫ്രാൻസിൻ്റെയും പോർച്ചുഗലിൻ്റെയും പിന്നെ അർജന്റീനയുടെ ഒക്കെ എല്ലാവരുടെയും പിന്നെ ഫാൻസുകളാണ്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ നമ്മുടെ ബ്രസീലിന്റെ കട്ടൗട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടാണ്. അത്രയ്ക്ക് ഐക്യമുള്ളതാണ്. അതായത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈര്യമൊന്നുമില്ല. വൈര്യമതി ഇനിയാണ് വരാൻ പോകുന്നത്. കളി തുടങ്ങി കഴിഞ്ഞാൽ വൈര്യം ഉണ്ടാവും. വൈര്യമല്ല, അത് സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയുള്ള ഒരു പിന്നെ വൈരായിരിക്കും, അല്ലാതെ പിന്നെ പകപോക്കലിന്റെ വൈരമല്ല. നിങ്ങളുടെ ഇതിന്റെ ആരാധകർ? ഞാൻ ഫ്രാൻസിന്റെ എംബാപ്പയുടെ ആരാധകർ. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫൈനലിൽ അങ്ങനെ പോയപ്പോൾ ഒരു വിഷമമുണ്ടായില്ലേ? ഉണ്ടായിരുന്നു സത്യത്തിൽ. കാരണം കഴിഞ്ഞ 7 വേൾഡ് കപ്പുകളിൽ പിന്നെ 4 ഫൈനലിസ്റ്റും 2 കപ്പടിച്ചതാണ് ഫ്രാൻസ്. അപ്പോൾ ഈ നിലവിലുള്ള പഴയ കാലത്ത് പലർക്കും 5 കപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഫ്രാൻസ് ആണ് നല്ല മുമ്പിട്ട്. നിങ്ങളുടെ 5 കപ്പ് അടിച്ചു ബ്രസീല്, ഓരോരുത്തരും അടിച്ചിട്ടുണ്ടേ. നിങ്ങളിപ്പോ ഇവര് 80 അടിയുടെ ഫ്ലക്സ് ആണ് ബ്രസീലുകാർ വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഞങ്ങൾ 80-ന് പകരം 160 അടിയുടേത് ചാമ്പ്യൻ ആയതിനു ശേഷം അവിടെ വെക്കും. ഫുട്ബോൾ കാണാറുണ്ടോ? ഏത് ടീമാ ഇഷ്ടം? ബ്രസീലാണ്. ഏത് കളിക്കാരനാണ് ഇഷ്ടം? ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അർജന്റീനക്കാരും ഉണ്ടോ? പക്ഷെ നിങ്ങളൊന്നും ഇവിടെ ബോർഡൊന്നും കാണുന്നില്ല. ബോർഡ് വരും, കപ്പടിച്ചതിന് ശേഷം ബോർഡ് വെക്കാൻ പ്ലാൻ. ഓൾറെഡി ഞങ്ങൾ ചാമ്പ്യന്മാരാണ്, ഞങ്ങൾക്ക് ഒരു ടെൻഷനില്ല. കഴിഞ്ഞ വർഷം അർജന്റീന സൗദി അറേബ്യയോടാണ് ആദ്യത്തെ മത്സരം തോറ്റത്. അതില്ല, അത് നോക്കണ്ട. അവരും നല്ല ടീമാണ്, സൗദിയും നല്ല ടീമാണ്. ആരും വില കുറച്ച് കാണാൻ പറ്റില്ല. പക്ഷെ കപ്പ് നമുക്ക് തന്നെ ഇപ്രാവശ്യം. മെസ്സി കപ്പ് മെസ്സി തൂക്കും. അതായത് എംബാപ്പെ, ഡംബലെ, പിന്നെ ഒലീസെ, ഡു, ഈ ഒരു ത്രയത്തിനെ ആർക്കും അടുത്തൊന്നും തോപ്പിക്കാൻ പറ്റില്ല. ഈ ചെറുപ്പക്കാർക്കൊക്കെ CR7 ഭയങ്കര ഇഷ്ടമുള്ള കളിക്കാരനാണ്. പോർച്ചുഗലിലൊക്കെ എങ്ങനെയാ നിങ്ങൾ വില കുറച്ച് കാണുന്നുണ്ടോ? ഇല്ല. മറ്റൊരു ആഗ്രഹം കൂടി ഉണ്ട്. കാരണം ലഭിക്കുന്നില്ലെങ്കിൽ പോർച്ചുഗലിന്റെ CR7 കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്. അതാണ്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആവേശത്തോടുകൂടി അവരുടെ ഇഷ്ട ടീമിന് വേണ്ടി ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ അതേ ആവേശവും വികാരവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ ലോകകപ്പ് ഫുട്ബോളിനെ തായലങ്ങാടിയിലെ യുവാക്കൾ യഫ തായലങ്ങാടിയുടെ പ്രവർത്തകർ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.